ഹലോ കൂട്ടുകാരെ, എൻ്റെ അറിവിൻ്റെ കൂടാരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മാങ്ങ ഉണ്ടായല്ലോ. ഇപ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ. അപ്പോൾ നമുക്കൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കാം. എങ്ങനെയാണ് മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി കായം പൊട്ടിക്കുന്ന ശബ്ദമാണ് കേട്ടോ ഗൈസ്. അതിനായിട്ട് നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ചു. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ 4 പച്ചമുളക് അത് നന്നായിട്ട് വഴറ്റി, എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടാം. മുളക് പൊടി കുറച്ച് മതി, കാരണം ഇപ്പോൾ എരിവെല്ലാം അധികം കഴിക്കുന്നത് നമ്മുടെ വയറിന് ദോഷമാണ്. വായിന് ടേസ്റ്റുള്ള ഒരു വിഭവവും വയറിന് ദോഷമായിട്ടാണ് വരുന്നത്. ഞാനിതിപ്പോൾ മുളക് പൊടി ഇട്ടാണ് എടുക്കുന്നത്. പിന്നെ ഉലുവയും കായവും പൊടിച്ച് ചേർക്കും. അത് കായപ്പൊടിയാണ് കഴിച്ചത്. കായപ്പൊടി എടുക്കാതെ ഇരുന്നിരുന്ന അച്ചാർ ഇപ്പം അധികം ഉണ്ടാക്കാറില്ല. കാരണം എപ്പോഴും നമുക്ക് ഓരോരോ അസുഖങ്ങളാണല്ലോ. അതിലേക്ക് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. മാങ്ങ ഇട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് നമ്മൾ മാങ്ങയിൽ ഉപ്പ് തിരുമ്മി വെച്ച മാങ്ങയാണ്. എങ്കിലും കുറച്ചും കൂടി ഉപ്പ് നമുക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ മുളക് പൊടി അതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് ആ ഉലുവയും കായവും അതിൻ്റെ എല്ലാം ടേസ്റ്റ് അതിലേക്ക് ഇറങ്ങണം. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ, പുളി കുറവായതുകൊണ്ട് മാത്രമാണ് ഗൈസ് ഞാൻ ഇച്ചിരി വിനീഗർ, ഒരു ലേശം വിനീഗർ ചേർക്കുന്നത്. വിനീഗർ ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. പക്ഷെ പുളി കുറവുള്ള മാങ്ങയായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് ചേർത്തത്, അതെടുത്തത്. ഇതുപോലെ വെള്ളമില്ലാത്ത, ഇങ്ങനെ വെള്ളം ഒരുപാട്, അച്ചാറിന് ഒരുപാട് വെള്ളം വേണ്ട, ഇതിൽ വെള്ളം തനിയെ ഉണ്ടായിക്കോളും. ഇതാണ് ഇന്നത്തെ നമ്മുടെ മാങ്ങാച്ചാർ. ഹലോ ഗൈസ്, ഇനി നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ തന്നെ ഇതിൽ പോയി എരിവ് എല്ലാം പാകമാണോ എന്നറിയാം. ഇതും ഇത്തിരി തൈര് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചോറുണ്ണാം. ഇനി അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ ചമ്മന്തിയാണ്. അതിനായിട്ട് പച്ചമുളക്, ചെറിയ ഉള്ളി, മാങ്ങ, ഇത്തിരി മുളക് പൊടി, തേങ്ങ, ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മിക്സിയിൽ അരച്ച് കൊണ്ടുവരാം. മിക്സിയിൽ അരയ്ക്കുമ്പോൾ നമ്മൾ ചെറിയ ജാറിലിട്ട് അരച്ചാൽ അത് തെറിച്ച് നമ്മുടെ മേത്ത് വീഴാനൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് ഒരിത്തിരി വലിയ ജാർ, അതായത് നമ്മൾ കറികളൊക്കെ പൊടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജാറുണ്ടല്ലോ, ഏറ്റവും വലുത് മാവൊക്കെ അരയ്ക്കാനായിട്ട് സെക്കൻഡ് ജാറ്. ആ ജാറിലാണെങ്കിൽ നന്നായിട്ട് അരയണ്ട. മാങ്ങ ചമ്മന്തി എല്ലാവരും വല്ലാതെ കുഴമ്പ് പോലെ അരയ്ക്കും. അതിൻ്റെ ആവശ്യമില്ല ഗൈസ്. മാങ്ങ ചമ്മന്തി അരയ്ക്കുമ്പോൾ കുറച്ച് ഇതാക്കി എടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ ഈ മിക്സിയിൽ ചതച്ചെടുക്കണം. പരുവത്തിൽ നമ്മൾ മാങ്ങച്ചമ്മന്തി റെഡിയാക്കി എടുക്കണം. അപ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അതിനായിട്ട് നമ്മൾ
ഇത് കണ്ട, ഇതാണ് മാങ്ങ ചമ്മന്തിയുടെ പരിപാടി. എല്ലാവരും മാങ്ങ ഒരുപാട് അരച്ചെടുക്കും, അതെടുക്കരുത്. അപ്പോൾ ഇങ്ങനെ മാങ്ങ ചമ്മന്തിയും കൂടി അരച്ചാൽ ഇപ്പം മാങ്ങയുള്ള സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല സുഖമാണ്, നമുക്ക് കറി ഉണ്ടാക്കാൻ എളുപ്പമാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് പെണ്ണുങ്ങൾക്ക് അടുക്കളയിൽ എളുപ്പമാണ്. അപ്പോൾ ഈ മാങ്ങ ചമ്മന്തിയും മാങ്ങാക്കറി, ഇപ്പം ഒരു മാങ്ങ കൊണ്ട് തന്നെ നമ്മൾ 2 കാര്യങ്ങൾ ചെയ്തു. പിന്നെ നമുക്ക് മിക്സിയിൽ നിന്ന് പോരില്ല, അത് സ്പൂൺ കൊണ്ട് തട്ടിയാലൊന്നും മൊത്തം പോരില്ല, കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ആ മാങ്ങ വടിച്ച് എടുത്തു. എന്നിട്ട് അതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം, അപ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടുക. ഇതാണ് നമ്മുടെ മാങ്ങ ചമ്മന്തി. കണ്ട, ഇത്രേ അരയാവുള്ളൂ, ഒരുപാട് അരച്ചാൽ അത് കൊള്ളത്തില്ല. അപ്പം മാങ്ങ അച്ചാറും മാങ്ങ ചമ്മന്തിയും റെഡിയായി. ഇതാണ് മാങ്ങ ചമ്മന്തി. ടേസ്റ്റായോ എന്ന് നമുക്ക് നോക്കാം. ആഹാ, ചെറിയ ഉള്ളി, ഇഞ്ചി, എല്ലാ സാധനവും ചേർത്തിട്ടുള്ള ചമ്മന്തിയാണ് ഗൈസ്. ഓക്കേ, ഇതാണ് നമ്മുടെ മാങ്ങ അച്ചാറ്, മാങ്ങ ചമ്മന്തി. ഇതാണ് നമ്മുടെ മാങ്ങ അച്ചാറ്, മാങ്ങ ചമ്മന്തി. ഇത് രണ്ടുമാണ് ഇന്നത്തെ എൻ്റെ കറി. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കേ, ബൈ. ഇനി അടുത്ത ഒരു നല്ല വിഭവമായിട്ട് നമുക്ക്